പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ഐനിഷ് ഫിലിപ്പ്. ഞാൻ US എൻ്റെ ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളുടെ കൂടെയാണ്. ഞാനൊരു മിനിസ്ട്രിയുടെ അംഗമാണ്. അനോയിൻറ്റിംഗ് ഫയർ കാത്തലിക് മിനിസ്ട്രി, അതിൻ്റെ യൂത്തും കുട്ടികളുടെ ശുശ്രൂഷ ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ് 15 വർഷമായിട്ട് ഒരു ഫുൾ ടൈം ലേ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ദൈവകൃപയാൽ ശുശ്രൂഷ ചെയ്യുവാണ്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. അത് കാരണം എനിക്ക് കൂടുതൽ വശം ഇംഗ്ലീഷും ഹിന്ദിയാണ്. അപ്പോൾ ചിലപ്പോൾ മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലാംഗ്വേജിനകത്ത് നിങ്ങളൊരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്നത്തെ വിഷയം ഇതിനെക്കുറിച്ചാണ്. അതായത് നമുക്ക് ഇവിടുന്ന് എന്താണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളെയാണ്. നമ്മളുടെ ബാങ്ക് ബാലൻസോ നമ്മളുടെ വീടോ അല്ലെങ്കിൽ ഇടുന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ സ്വർണമോ അതൊന്നുമല്ല. നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ആരെയാണ്? നമ്മളുടെ മക്കളെ. അതാണ് മത്തായിയുടെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 14 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. ബട്ട് ജീസസ് സെഡ്, let the little children come to me and do not stop them, for it is to such as these that the kingdom of heaven belongs. ഇന്ന് നമുക്കറിയാം, എല്ലാ പേരൻസും ഒരു കാര്യത്തെക്കുറിച്ചാണ് ഭയങ്കര വരിഡായിട്ടിരിക്കുന്നത്. അതാരെക്കുറിച്ചാണ്? കുട്ടികളെക്കുറിച്ച്. ഇനി ഏത് റിട്രീറ്റിൽ പോയാലും ഒരു പ്രത്യേക പ്രെയർ ഇൻറ്റൻഷൻ എല്ലാവരും പറയുന്നത് എന്തുവാണ്? മക്കളെക്കുറിച്ചാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് കൗൺസിലിങ്ങിന് വരുന്നതാണ്, സ്പിരിച്വൽ ഷെയറിങ്ങിനും കൗൺസിലിങ്ങിനുമായിട്ട്. ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും കുട്ടികളെക്കുറിച്ചാണ് സംസാരം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതാണ് ടീനേജേഴ്സ്. ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ പ്രായമാണ് 13 to 19. അപ്പം നമ്മൾ കുഞ്ഞു മക്കളോട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അതുപോലെയല്ല ടീനേജേഴ്സിൻ്റെ കൂടെ ഡീൽ ചെയ്യുന്നത്. അതായത് പ്രീ ടീൻസ് പ്രായം 8 വയസ്സ്, 7 വയസ്സ്, 9 വയസ്സ്, 10 വയസ്സ്, അങ്ങനെയല്ല ഇനി നമ്മൾ ടീനേജേഴ്സിനോട് ഡീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്ത് ഉള്ള ഫാമിലീസ് ആണെങ്കിൽ ഇച്ചിരി അതിനകത്തൊക്കെ പാരൻറ്റിങ്ങിനകത്ത് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ഈ ഗ്രൂപ്പിനകത്ത് പല പല ചേഞ്ചസ് വരും. അതായത് ഒരു 15 16 വയസ്സുള്ള ബോയ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 15 ബോയ്സ് പെട്ടെന്ന് അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ അവർ മാറ്റുന്നു. ഞാൻ അതിനെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ബ്രോക്കലി ഹെയർ സ്റ്റൈൽ. അതുപോലെ തന്നെ പെൺകുട്ടികൾ ഈ പ്രായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ചിലപ്പോൾ ഒരു 13 14 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സിങ് സെൻസ് മാറും. ചില പെൺകുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങും. പലരും ഭയങ്കര ബോഡി കോൺഷ്യസ് ആകും, അധികം കഴിക്കുന്നില്ല, ഭയങ്കര ഡയറ്റിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ചേഞ്ചസ് അവരിൽ കാണുവാണ്. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിൽ ചേഞ്ച് വരും. ഇപ്പം ഈ ടീനേജേഴ്സിൻ്റെ നമ്മൾ ആ ഒരു പാറ്റേൺ നമ്മൾ കാണാൻ പറ്റും. നമുക്ക് അവരിൽ 4 കോമൺ പാറ്റേൺസ് ഉണ്ട്. അതെന്തുവാണ്? ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ്. അതായത് ടീനേജേഴ്സിൻ്റെ ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക് പല ടീനേജേഴ്സും ആർഗ്യൂ ചെയ്യാൻ തുടങ്ങും. ഉദാഹരണത്തിന്, അതായത് പേരൻസ് പറയുവാണ്, എടാ ആ ഫോൺ അവിടെ വെക്കടാ. അപ്പോൾ പെട്ടെന്ന് കുട്ടി എന്തുമായിരിക്കും പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്തോ ഇത്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് മാത്രം എന്താ ഈ ഫോൺ യൂസ് ചെയ്യാൻ ഇത്രയും പ്രശ്നം? അപ്പം ആ കുട്ടി വിചാരിക്കുന്ന എന്തുവാണ്? ആ ടീനേജർ വിചാരിക്കുന്ന എന്തുവാണ്? അപ്പയും അമ്മയും എന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതാണ്. വാസ്തവത്തിൽ അപ്പയും അമ്മയും എന്തോ ഓർക്കുന്നത്? ദൈവമേ, ഈ ഫുൾ ടൈം ഫോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്ട്രാക്റ്റ് ആവും, ചിലപ്പോൾ അഡിക്ഷൻ ആവും, പിന്നെ പഠിക്കാൻ പറ്റൂല, ശ്രദ്ധ മൊത്തം പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാം, ആർഗ്യുമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ചിലപ്പം പേരൻസ് ഇങ്ങനെ ശ്രദ്ധിക്കും, കുട്ടികൾ പ്രാർത്ഥിക്കുന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ചോദിക്കുവാണ്, നീ എന്താ ഇപ്പോൾ ഒന്നും പ്രാർത്ഥിക്കാത്തത്? അപ്പം ആ കുട്ടി തിരിച്ച് എന്തുത്തരം പറയും? ആർഗ്യുമെൻറ്റേറ്റീവ് മോഡിനകത്ത് ഇങ്ങനെ പറയും, അമ്മയ്ക്കും അപ്പയ്ക്കും ഒന്നും അറിയത്തില്ല, ഞാൻ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഐ എം പ്രേയിങ് ഫ്രം മൈ ഹാർട്ട്. അമ്മയ്ക്കും അപ്പയ്ക്കും അറിയത്തില്ലേ, ഞാൻ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ ഇച്ചിരി ഒരു ദേഷ്യം വരും അല്ലേ? രണ്ടാമത്തെ കാര്യം എന്തുവാണ്? രണ്ടാമത്തെ പാറ്റേൺ ടീനേജേഴ്സിൽ കാണുന്ന എന്തുവാണ്? ആരോഗൻസ്, സ്പിരിറ്റ് ഓഫ് ആരോഗൻസ്. ആരോഗൻസിൻ്റെ അർത്ഥം എന്തുവാണ്? ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുക, എനിക്കെല്ലാം അറിയാം അല്ലേ? അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പേരൻസ് നോക്കുമ്പോഴത്തേക്ക് കുട്ടി വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയാണ്. അത് ചിലപ്പോൾ ബോയ് ആയിരിക്കാം, ഗേൾ ആയിരിക്കാം. പെട്ടെന്ന് പറയാം, നീ ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സ് ഇച്ചിരി ടൈറ്റ് ആണല്ലോ, അത് പോയി ഊരിക്കുക, അത് ശരിയല്ല. അപ്പോൾ പെട്ടെന്ന് കുട്ടിക്ക് ദേഷ്യം വരും. ഇത്രയും സമയം എടുത്ത് ഒരുങ്ങി വന്നിട്ട് അപ്പം ഇങ്ങനെ പറയുവാണോ, അല്ലെ അമ്മ ഇങ്ങനെ പറയുവാണോ? അപ്പോഴത്തേക്ക് ആ കുട്ടി എന്ത് പറയും? അമ്മ ഭയങ്കര ഓൾഡ് ഫാഷൻഡ് ആണ്, അമ്മ 1947 നടന്ന പോലെയാണോ, അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല അല്ലേ? അപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കണം, ഐ നോ എവറിത്തിങ്, യു ഡോണ്ട് നോ എനിത്തിങ്. അങ്ങനെ മൂന്നാമത്തെ ഒരു പാറ്റേൺ കാണുന്നത് എന്തുവാണ്? ഈ പ്രായത്തിൽ പെട്ടെന്നാണ് ഒരു ദേഷ്യം വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഹൗസ് റൂളാണ്,
അതായത് വീട്ടിൽ എവിടെ പോയാലും 9 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരണം. അപ്പോൾ കുട്ടി ഉദാഹരണത്തിന് വീട്ടിൽ ലേറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, അല്ലേ? നിന്നോടല്ലേ പറഞ്ഞത് 9 മണിക്ക് എത്തണം, ഇപ്പോഴത്തെ 10 മണിയായി, ഇങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പോൾ കുട്ടി എന്ത് പറയും? കണ്ടില്ലേ, അമ്മ കൂടുതൽ വിചാരിക്കുന്നു, അമ്മ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നില്ല, അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അമ്മ ദേഷ്യത്തിൽ പറയും, നിനക്ക് മാത്രമേ ഇത്ര ഇളക്കമുള്ളൂ, അല്ലേ? നിന്റെ അനിയത്തിനെ കണ്ടേ, അവളെ കണ്ടുപിടിച്ച്, അവൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ പെട്ടെന്ന് കുട്ടിക്ക് ഇനിയും ദേഷ്യം വരുന്നു. കുട്ടി എന്ത് സംഭവിക്കും? കുട്ടി എന്ത് പറയും? മമ്മി എന്നെ ഇനിയും വേറെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യരുത്, എൻ്റെ സിസ്റ്ററായിട്ടോ ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്. പിന്നെ എന്തുവാണ്, എനിക്ക് ദേഷ്യം വരുവാണ്, മമ്മി അല്ലേലും എപ്പോഴും ഇങ്ങനെയാണ്, ഐ ഹേറ്റ് ദിസ് ഹോം. അല്ലേ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുവാണ്, പക്ഷെ ശരിയല്ലേ, നമ്മളുടെ എല്ലാ വീടുകളിലും നമ്മൾ നോട്ടീസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. 4ാമത്തെ കാര്യം എന്തുവാണ്? അലോൺനെസ്, ലോൺലി ആകുക. ലോൺലിയും അലോൺനെസ്സിനകത്ത് വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിക്കും, ടീനേജേഴ്സ് ആകുമ്പോൾ അവർക്ക് അവരുടെ മുറിയിൽ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പല കുട്ടികളും മുറി അടച്ച് ചിലപ്പോൾ ഫോണിനകത്ത് അവർ കളിക്കുമായിരിക്കും, ചിലപ്പോൾ വീഡിയോ ഗെയിം കളിക്കുമായിരിക്കും, ചിലപ്പോൾ കമ്പ്യൂട്ടറിനകത്തായിരിക്കും. അവർ പറയാം ഹോംവർക്ക് ചെയ്യുവാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ കുട്ടികൾക്ക് ഒരു ഐസൊലേഷൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ്, മോനെ നമുക്ക് പ്രെയർ ഗ്രൂപ്പിന് പോകാം. അപ്പോൾ അവർ പെട്ടെന്ന് പറയും, എനിക്ക് ഇവിടെ ഒക്കെ പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ മമ്മി, നമ്മൾ പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നതാണ്, അല്ലെങ്കിൽ പള്ളി സൺഡേ പോകുന്നതല്ലേ, അപ്പോൾ എനിക്ക് പ്രെയർ ഗ്രൂപ്പിലൊന്നും വരണ്ട, അവിടെ മൊത്തം അഡൾട്ട്സ് ആണ്, എനിക്ക് വരണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ ഗ്യാതറിംഗ് ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ അവർ പറയുമ്പോൾ എനിക്ക് അതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ചിലപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ഡിന്നറിനൊക്കെ പോകുമ്പോഴത്തേക്ക് മുതിർന്നവർ പ്രാർത്ഥിക്കുകയല്ല, മുതിർന്നവർ വർത്താനമൊക്കെ പറഞ്ഞിരുന്നത് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന സമയമായിരിക്കും. അപ്പോഴായിരിക്കും ഒരു ടീനേജർ ആ സൈഡിൽ പോയി ഇരിക്കുവാണ്, ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവം ഇതെല്ലാം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കും ഇത് ഫുൾ പ്രശ്നമാണല്ലോ, അല്ലേ? ടീനേജ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാറ്റേൺസ് കാണുവാണ്. അപ്പോൾ ഇതിനെന്താ ചെയ്യാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, സെയിൻറ്റ് ജോൺ ബോസ്കോ ഇപ്രകാരമാണ് പറയുന്നത്. സെയിൻറ്റ് ജോൺ ബോസ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് ദ പേട്രൺ സെയിൻറ്റ് ഓഫ് യൂത്ത്. ഹീ സേസ് ലൈക്ക് ദിസ്: ഇറ്റ് ഈസ് നോട്ട് എനഫ് ടു ലവ് ദ യങ്, they must know that they are loved. അതായത് അവരറിയണം, ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക് അവരറിയണം ദാറ്റ് അപ്പയും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നു. അപ്പം നമുക്ക് എന്താ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ പറ്റുന്നത്? 1ാമത്തെ കാര്യം ഇതാണ്, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പാരന്റിങ്ങിന് വേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവിക ജ്ഞാനം. അപ്പം ജ്ഞാനത്തിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതായത് എൻ്റെ കുട്ടി എന്നോട് അപ്സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്ന എല്ലാ സജഷൻ, എല്ലാ കാര്യങ്ങളും ചിലപ്പം അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഒരു പ്രായം എത്തുമ്പോൾ അവർക്ക് അവരുടേതായ ഒപ്പീനിയൻ ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ 8 വയസ്സിൻ്റെ കൊച്ച്. അപ്പോൾ 8 വയസ്സിൻ്റെ കുട്ടിക്ക് നമ്മളാണ് കൊടുക്കുന്നത് ഡ്രസ്സ്, മോനെ നീ ഈ ഡ്രസ്സ് ഇടുന്ന, അല്ലെങ്കിൽ കുട്ടിയോട് പറയാം മോളെ നീ ഇന്ന് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യണം. അത് അവർ പെട്ടെന്ന് യേസപ്പ എന്ന് പറയും. അതേസമയം ഒരു ടീനേജറിനെ ശ്രദ്ധിച്ചേ, അവർക്ക് അവരുടേതായ ഒപ്പീനിയൻ കാണും. അവർ പറയാം, അമ്മേ ഞാൻ ഇന്ന് റെഡ് ഡ്രസ്സ് അല്ല ഇടുന്നത്, എനിക്ക് ഈ പച്ച ഉടുപ്പാണ് ഇഷ്ടം, ഞാൻ ഇന്ന് ഇതാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അവരുടെ സ്വന്തം ഹെയർ സ്റ്റൈൽ, അവരുടെ രീതിയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ഒപ്പീനിയൻ കാണും. അതാണ് ഒരു വചനം, പ്രോവേർബ്സ് ചാപ്റ്റർ 15 and verses 1. അത് ഇപ്രകാരമാണ് പറയുന്നത്: എ ജെന്റിൽ ആൻസർ ടേൺസ് അവേ wrath, but a harsh word stirs up anger. അതായത് അവർ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് നമ്മളും കൂടി ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നമാവും. അതിലുപരി എന്തുവാണ്? ആ സൗമ്യതയോടെ അവരോട് സംസാരിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതല്ല, അയ്യോ ഒത്തിരി പേരൻസ് ഇന്ന് ഇയാടെ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ്, എന്നില്ല പ്രശ്നം. എൻ്റെ അടുത്ത് ഒത്തിരി അമ്മമാർ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ പാവങ്ങളായിരിക്കും, അല്ലെ ഞാനൊരു ഗുഡ് പേരൻ്റ് അല്ല, അത് കാരണം ഇതെല്ലാം സംഭവിക്കുന്നത്. ഇല്ല പ്രിയപ്പെട്ടവരെ, അത് ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ കാലഘട്ടം വളരെ മാറി, അല്ലേ? നമ്മളുടെ കൂടെ കുട്ടികൾ ചിലപ്പം എപ്പോഴാണ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി സമയം, അത് കഴിഞ്ഞിട്ട് വേണേൽ പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ പോയി കിടന്നുറങ്ങുന്നു. പക്ഷെ ഭൂരിഭാഗം സമയം എവിടെയാണെന്ന് ചിന്തിക്കണം, അവർ സ്കൂളിലാണ്. ഇപ്പോൾ സെക്യുലർ സ്കൂളൊക്കെ ആണെങ്കിൽ ആ പഠനമാണ് അവരെടുക്കുന്നത്. അവർ പഠിക്കുന്ന, അവർ വായിക്കുന്ന പുസ്തകങ്ങൾ, സോഷ്യൽ മീഡിയ ഗ്രൂമിങ് അതാണ് പറയുന്നത് ഇയാടെ. അതായത് സോഷ്യൽ മീഡിയക്കകത്ത് ഒരു ലോകം ഫുൾ അവർക്ക് ഓപ്പൺ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഇത് ഓർക്കരുത്, അയ്യോ ഞാനൊരു ബാഡ് പേരൻ്റ് ആണ്, ഞാൻ അവരെ നന്നായി നോക്കിയില്ല, അത് കാരണം ആണ് അവരിങ്ങനെ, അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ അതാണ് നമുക്ക് ദൈവിക ജ്ഞാനം വേണ്ടത്. ഒന്നെന്തുവാണ്? അക്സെപ്റ്റ് ചെയ്യണം. അവരുടെ എന്ത് സ്വഭാവമാണെങ്കിലും ദൈവമേ ഇങ്ങനെ ഈ ഒരു സ്വഭാവമാണല്ലോ, ഇതിനകത്ത് എങ്ങനെയാണ് കർത്താവെ സൗമ്യതയോടെ ഇവരെ കീഴടക്കാൻ പറ്റുന്നത്. 2ാമത്തെ കാര്യം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ എൻകറേജ് ചെയ്യണം. ഉദാഹരണത്തിന് അവർ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചിലപ്പം കുട്ടി പെട്ടെന്ന് നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും?
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ കാലം? അതായത് കുട്ടി ആദ്യം നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയും? വെരി ഗുഡ് വെരി ഗുഡ്, ഗുഡ് ജോബ്, നടക്കുന്നു. നമ്മൾ പിക്ചർ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, എന്താ കഥ അല്ലേ? പക്ഷെ ടീനേജ് ആവുമ്പോഴത്തേക്ക് എന്ത് പറ്റും? നമ്മൾ കുഞ്ഞു കാര്യത്തിൽ ഇങ്ങനെ എന്തുവാണ് കുറ്റം കണ്ടുപിടിക്കും. അത് ഞാനൊക്കെ അങ്ങനെയാട്ടോ, ഞാൻ നിങ്ങളെ പോലെയാണ്. അത് കാരണം നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഹാർട്ട് ടു ഹാർട്ട് ടോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഫോർ എക്സാമ്പിൾ, മമ്മി ഡ്യൂട്ടിയിൽ നിന്ന് വന്നപ്പോൾ എന്തുവാണ്, ആ സിങ്ക് നിറച്ച് പാത്രമാണ്. അപ്പോൾ ആരും അത് ചെയ്തിട്ടില്ല. അപ്പം ഒബ്വിയസ്ലി ഒരു ദേഷ്യം വരും അല്ലേ? അപ്പോൾ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുന്നത്, നീ എന്താടാ റൂം ഇത് ശരിയാക്കിയില്ല, നിന്റെ റൂം കണ്ടില്ല എന്ത് മെസ്സിയാണ്. അതിൻ്റെ പകരം ടീനേജ് ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പറയണം, മോനെ ഗുഡ് ജോബ്, ഞാൻ കണ്ടു, ഞാൻ ശ്രദ്ധിച്ചു, നീ ആ ട്രാഷ് എടുത്ത് പുറത്ത് വെച്ചു, ഞാൻ ശ്രദ്ധിച്ചു, നീ ഇന്ന് എന്താ പറയുക ലിവിങ് റൂം ഒക്കെ നന്നായി നീ നീറ്റാക്കി വെച്ചു, നന്നായി കേട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമായി, മിടുക്കൻ. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ, കുട്ടി വീട്ടിൽ വരുവാണ്. അപ്പം ഫിസിക്സിനകത്ത് കുട്ടിക്ക് 100ൽ നിന്ന് 96 കിട്ടുന്നു എന്ന് വെച്ചോ. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ദാറ്റ്, നീ ഭയങ്കര മിടുക്കണോ, നിനക്ക് നീ കണ്ടില്ലേ അപ്പൻ്റെ മോൻ തന്നെ, അമ്മയുടെ മോൻ തന്നെ കണ്ടില്ലേ 96 കിട്ടി, അത് പറയുന്നതിനെ കാട്ടി കൂടുതൽ വിസ്ഡം ജ്ഞാനമുള്ള പേരൻറ്റ് എന്ത് പറയും? ഇങ്ങനെ പറയണം. അതായത് മോനെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, നിനക്ക് ഈ പ്രാവശ്യം 96 കിട്ടിയത് നീ ഫിസിക്സിനകത്ത് ഇച്ചിരൂടെ ഫോക്കസ് കൊടുത്തായിരുന്നു, നീ ഇച്ചിരൂടെ സമയം കൊടുത്തു, അതാണ് ഈ പ്രാവശ്യം നിനക്ക് ഇച്ചിരൂടെ നന്നായി ചെയ്യാൻ പറ്റിയത്, ഞാൻ ശ്രദ്ധിച്ചു, നീ ഇച്ചിരൂടെ എഫേർട്ട് ഇട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകും. എന്താണെന്ന് വെച്ചാൽ അമ്മയും അപ്പയെ കാണുന്നുണ്ട്, ഞാനൊരു എഫേർട്ട് ഇട്ടു. അപ്പോൾ അടുത്ത തവണ ഒരു എക്സാം വരുമ്പോൾ അവർ ഇച്ചിരൂടെ അതിനകത്ത് ഒരു എഫേർട്ട് ഇടും. ആണ് സെയിൻറ്റ് തെരേസ ഓഫ് ലിസിയു, കൊച്ചു ത്രേസ്യ ഇപ്രകാരമാണ് പറയുന്നത്, ഡു ലിറ്റിൽ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. കുഞ്ഞു കാര്യങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ പറയുവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫോർ എക്സാമ്പിൾ, കുഞ്ഞുങ്ങൾക്ക് ഈ ഒത്തിരി ലെക്ചർ കേൾക്കാൻ ഇഷ്ടമല്ല, ശരിയാണോ? എൻ്റെ കാര്യം അങ്ങനെയാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും കേൾക്കത്തില്ല. എന്നാൽ കുഞ്ഞു കാര്യങ്ങൾ സ്നേഹത്തോടെ പറയുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ഭയങ്കരം എഫക്റ്റീവ്. ചിലപ്പോൾ നമ്മൾ പറയുവാണ്, മോനെ ഇന്ന് നീ പ്രാർത്ഥിച്ചത്, ഇന്ന് നീ നന്നായി ഫോക്കസ് ചെയ്തു, വെരി ഗുഡ്. അല്ലെങ്കിൽ ഇന്ന് കുക്കിങ്ങിനകത്ത് ഹെൽപ്പ് ചെയ്തു, മിടുക്കൻ, ഇന്ന് നീ ചെയ്തത് അസലായിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷം വരും. പിന്നെയുള്ള ഒരു കാര്യമാണ് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം. അതായത് നമ്മളെല്ലാവരും ഈ കേരളത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോഴത്തേക്ക്, അത് അമേരിക്ക ആട്ടെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആട്ടെ, UK ആട്ടെ, ഞാൻ പല രാജ്യങ്ങളിലും പോയി ശുശ്രൂഷ ചെയ്ത കാരണം ശ്രദ്ധിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്, പല കുട്ടികളും ഈ റൂമിലാണ് വളരുന്നത്. പുറത്തു പോകുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അത് ഈവൻ UAE പോലും അങ്ങനെയാണ്. അപ്പോൾ അതിനകത്തൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ഈ പ്രായത്തിലാണ് ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പോർട്സ് ആയിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പെൺകുട്ടികൾക്ക് ബാഡ്മിൻ്റൺ ഇഷ്ടമാണെങ്കിൽ ബാഡ്മിൻ്റൺ, ബാസ്കറ്റ് ആണെങ്കിൽ ബാസ്കറ്റ്, ബോയ്സിന് സോക്കർ ആണെങ്കിൽ സോക്കർ, എന്താണ് ഏതെങ്കിലും തരം വീട്ടിൽ നിന്ന് പുറത്തിറക്കി എന്തെങ്കിലുമൊക്കെ സ്പോർട്സ് കളിക്കണം. അതിനകത്ത് മമ്മിയും ഡാഡി കളിച്ചാലും വെരി ഗുഡ്, അവർക്ക് ഭയങ്കര സന്തോഷം. ഞാനാണെങ്കിൽ ഇവിടെ US ഈ പിള്ളേർക്കൊക്കെ സോക്കർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വലിയ സോക്കർ ഫാൻ ഒന്നും അല്ല, പക്ഷെ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവരുടെ കൂടെ സോക്കർ ഗെയിമിന് പോകും. ഞാൻ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലുന്നതായിരിക്കും, അല്ലെങ്കിൽ വരെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്നാൽ പോലും പറയുന്ന അവർക്ക് അതൊരു എൻകറേജ്മെൻ്റ് ആണ്. പിന്നെ സ്പോർട്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതായത് അവരിപ്പോൾ സോക്കർ കളിക്കാൻ പോകുന്നു, ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുന്നു, ചില ഗെയിംസ് അവർ വിൻ ചെയ്യും, ചില ഗെയിം അവർ ലൂസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് അവർ ജീവിതം പഠിക്കുവാണ്. ദാറ്റ് ദെർ ഇസ് എ വിൻ, ദെർ ഇസ് ലൂസിങ്, ദെർ ഇസ് പേഷ്യൻസ്. ഇപ്പോൾ സ്പോർട്സ് കുറേ നല്ല കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് ജോൺ ബോസ്കോയുടെ ഓറിട്ടറിക്കകത്ത് ആൺകുട്ടികളെ എന്തുമായിരുന്നു, എപ്പോഴും സ്പോർട്സ് ആയിരുന്നു അല്ലേ? അതായത് ഒരു സമയത്ത് ഭക്ഷണം, നല്ല ഡിസിപ്ലിനിങ് ആയിരുന്നു. ഓക്കെ, ഒരു സമയത്ത് ഭക്ഷണം, ഒരു സമയത്ത് പ്രാർത്ഥന, ഒരു സമയത്ത് പഠനം. അതുപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് സ്പോർട്സിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഹി നെവർ ബ്രോട്ട് ദി യൂത്ത്സ് ടു ഗോഡ് ബൈ ഫിയർ, ബട്ട് ഹി ബ്രോട്ട് ദെം ടു ഗോഡ് ബൈ ജോയ്. അതിൻ്റെ അർത്ഥം എന്തുവാണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ എപ്പോഴും എന്തുവാണ്, ഈ കുട്ടികളെ കുഞ്ഞു കാര്യങ്ങൾ എന്താണ്, നീ ഇത് ചെയ്തില്ല അത് ചെയ്തില്ല, അതിലുപരി എന്തുവാണ്, എല്ലാ ദിവസത്തെ കുഞ്ഞു കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളോടൊരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവും. ലാസ്റ്റ് കാര്യം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ക്. അതായത് നമ്മൾ എപ്പോഴും അവർക്ക് അഡ്വൈസും സജഷൻ കൊടുത്തുകൊണ്ടിരിക്കുവാണ് അല്ലേ? ഈ കുട്ടികൾക്ക് അഡ്വൈസും അല്ലെങ്കിൽ സജഷൻ കൊടുത്ത് എന്ത് പറ്റും, അവർ തന്നെ മടുക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാറിൽ ഇരിക്കുമ്പോൾ തന്നെ എപ്പോഴും എന്ത് ചെയ്യണം, സീറ്റ് ബെൽറ്റ് ഇടണം. അപ്പോൾ ആർക്കായി സീറ്റ് ബെൽറ്റ് ഇടാൻ ഇഷ്ടം? ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുപോലെയാണ്
ഇതൊരു അഡ്വൈസാണ്, അല്ലെ ഒരു സജഷൻ കുട്ടിക്ക് കൊടുക്കുവാണ്. ആ കുട്ടിക്ക് ഒരിക്കലും ആ സീറ്റ് ബെൽറ്റ് ഇടുന്ന പോലെ പപ്പയും മമ്മിയുടെ സജഷൻ അല്ലെ അഡ്വൈസ് കേൾക്കാനായിട്ട് ഒരിക്കലും ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ നമുക്കറിയാം ആ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, അല്ലേ? അപകടങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഡോണ്ട് സ്റ്റോപ്പ്, കീപ് അഡ്വൈസിങ് ദം. പക്ഷെ ഒരു ജ്ഞാനം പറഞ്ഞു തരുവാണ്, ബേസ്ഡ് ഓഫ് ഓൺ ദ ഒരു എക്സ്പീരിയൻസ് വഴി ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ, കുട്ടി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിയോട് പോയി ചോദിക്കണം, കുട്ടാ വാട്ട് ടൈം ഡു യു തിങ്ക് യു ആർ ഗോയിങ് ടു സ്റ്റഡി? നീ 5 മണിക്കാണോ പഠിക്കാൻ പോകുന്നത്, അല്ലെ 6 മണിക്കാണോ? അപ്പോൾ അത് ആ കുട്ടിക്ക് ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുവാണ്. മോനെ വാട്ട് ടൈം ആർ യു ഗോയിങ് ടു ടു പ്ലേ? അങ്ങനെ കുഞ്ഞു മോനെ വാട്ട് ടൈം ഡു യു തിങ്ക് യു ആർ ഗോയിങ് ടു ടേക്ക് എ ഷവർ? നീ എപ്പോഴാണ് കുളിക്കാൻ പോകുന്നത്? അപ്പോൾ ആ അങ്ങോട്ട് ചോദ്യം ചോദിക്കുക, അതായത് എടാ പോടാ പോയി കുളിക്കടാ, എടാ പോയി പഠിക്കടാ, അങ്ങനെ എടാ പോടാ, അങ്ങനെ ഒത്തിരിയും ഇങ്ങനെ അവരുടെ മനസ്സ് തളർത്താതെ നമുക്ക് നമ്മളുടെ ഒരു സ്നേഹത്തിൻ്റെ ശൈലി നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് മോനെ ഡോണ്ട് യു തിങ്ക് ഇപ്പം ഇറ്റ്സ് ടൈം ടു പ്രേ, സോ ലെറ്റ്സ് പ്രേ നൗ. അങ്ങനെ ഗിവ് ഓപ്ഷൻസ് ടു ദം. പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം പറഞ്ഞാലും പ്ലീസ് പിക്കപ്പ് വാട്ട് ഈസ് റെലവെൻറ്റ് ടു യു. ഓരോ ഭവനം യുണീക്കാണ്. ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഡൊമസ്റ്റിക് ചേർച്ചസ്, ഇറ്റ് ഈസ് വെരി യുണീക്ക്. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മളൊരു പോസിറ്റീവ് ചേഞ്ച് നമ്മളുടെ കുട്ടികളിൽ കാണും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജ്ഞാനം നിറയാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈശോ നമ്മളെ വെളിയിൽ രാജ്യത്തിൽ വിട്ടു. അപ്പോൾ വേറെ ഒരു കൾച്ചറിലാണ് ഇവിടെ. അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്തുവാണ്, ഇന്ത്യ പോയിട്ടില്ല, ശരിയാണോ? ഞാനിവിടെ അമേരിക്കയിലാണെങ്കിലും എൻ്റെ വീട്ടിലെ നാഷണൽ ചെടി എന്തുവാണ്? കരിവേപ്പില. അപ്പം നമ്മളിവിടെ ഉണ്ടെങ്കിൽ പോലും എന്തുവാണ്, നമ്മളുടെ ഉള്ളിൽ ഇന്ത്യ ഉണ്ട്. നമ്മളുടെ കൾച്ചർ എപ്പോഴും ഇന്ത്യൻ ആയിരിക്കും. പക്ഷേ ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവരെപ്പോഴും എന്തോ ഓർക്കുന്നത്, ഐ ഹാവ് ദ അമേരിക്കൻ കൾച്ചർ. UK കുട്ടികൾ പറയും എനിക്ക് UK കൾച്ചറാണ്. ഓസ്ട്രേലിയ കുട്ടികളൊക്കെ പറയും ഐ റിലേറ്റ് വിത്ത് ദി ഓസ്ട്രേലിയൻ കൾച്ചർ. ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതിനാണ് നമ്മൾ ഈശോനോട് പ്രാർത്ഥിക്കേണ്ടത്. അത് കാരണം ചിലപ്പം പണ്ടത്തെ രീതികളൊക്കെ വിട്ട് ഈശോ നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ ഇച്ചിരൂടെ ഒരു സ്നേഹത്തോടെ, എങ്ങനെയാണ് വിശുദ്ധ ജോൺ ബോസ്കോ സ്നേഹത്തോടെ കുട്ടികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്? പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമുക്കും നമ്മളുടെ കുട്ടികളെ സ്നേഹത്തോടെ ഈശോയിലേക്ക് നയിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ നിമിഷം ദൈവമേ, ഞങ്ങളെല്ലാം പേരൻസ് കർത്താവേ, ഈശോ ഞങ്ങൾ എവിടെയൊക്കെയാണോ കർത്താവേ, പ്രത്യേകിച്ച് ഇപ്പം ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:7 അഭിഷേകം ഈശോയെ എല്ലാ പേരൻസിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ ഈ നിമിഷം എല്ലാ പേരൻസിനെ എൻകറേജ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മാവിൽ കർത്താവെ അഗ്നി അയക്കണമേ. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ കർത്താവെ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത്? പ്രത്യേകിച്ച് ഈശോയെ ടീനേജേഴ്സിനെ എങ്ങനെയാണ് കർത്താവെ ഈശോയിലേക്ക് നയിക്കേണ്ടത്? കർത്താവെ ആ കൃപ, ജ്ഞാനം, അഭിഷേകം ഈശോ എല്ലാ പേരൻസിലും നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവെ, എല്ലാ പേരൻസിലും നിറയണമേ, എല്ലാ കുട്ടികളിലും നിറയണമേ. പ്രത്യേകിച്ച് എല്ലാ ടീനേജേഴ്സിനെ കർത്താവെ അഭിഷേകം ചെയ്യണമേ, അവരെ ഹോളിയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.